ഹലോ. ഞാൻ ദേ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KSRTCയിൽ ഒരു മൂന്നാർ ട്രിപ്പ് പോയ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ KSRTCയിൽ ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. രാവിലെ ഒരു 6:30ക്കാണ് പോയത്. നമ്മുടെ ബസ്സാണ് ഞാൻ കാണിച്ചത്. നല്ല നമ്മളൊരു ഫാമിലിയിൽ നിന്ന് ഒരു 20 പേര് അങ്ങനെയാണ് പോയത്. ആദ്യം തന്നെ പോയത് ഭൂതത്താൻകെട്ടിലായിരുന്നു. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഒരു 20 പേരുണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന്. അങ്ങനെ പിന്നെ വേറൊരു 25 പേര്, അത് വേറൊരു ഫാമിലി. അങ്ങനെ നമ്മുടെ ബസ്സിൽ യാത്ര തുടങ്ങി. നമ്മുടെ പോയത് മാമലക്കണ്ടം വഴി മൂന്നാർ, ആ യാത്രയായിരുന്നു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയായിരുന്നു യാത്ര. സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ പിന്നെ രണ്ടാമത് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. കുറുവലത്താനോ അങ്ങനെ എന്തൊരു സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. കുറച്ച് ദിവസത്തിന് മുന്നേ പോയതാണ്. നമുക്കവിടെ നല്ല ചൂടുള്ള സമയത്ത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ആ സമയത്ത് അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. KSRTCയിൽ നമ്മൾ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോണത്. നമ്മൾ വേറെ കാറിലൊക്കെ നമ്മൾ മൂന്നാർ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇങ്ങനത്തെ റോട്ടിൽ കൂടിയല്ല നമ്മൾ പോയിക്കുന്നത്. ഇത് ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു വൈബ്. ഇത് നമ്മൾ പോയി എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. സൂപ്പറായിരുന്നു കേട്ടോ. ഇത് പിന്നെ മാമലക്കണ്ടം സ്കൂള്, ഇത് ഭയങ്കര സെലിബ്രിറ്റി സ്കൂളൊക്കെയാണെന്നാണ് നമ്മുടെ ബസ്സിലെ ചേട്ടന്മാർ പറഞ്ഞത്. ആ ചേട്ടന്മാരെ ആണ് നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഓരോന്ന് പറഞ്ഞു തരുകയും അവിടുത്തെ പറ്റിയും എല്ലാം. ആ ചേട്ടന്മാർ നല്ല പൊളി വൈബായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉള്ളൊരു അവിടെ ഒരു വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ലേക്ക് പോലെ അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടേക്ക് ഇരുന്ന് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് പതുക്കെ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ റിസോർട്ടിൽ നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മൂന്നാർ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ചൂടത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞായിരുന്നു. ആ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ആ മഴ തോർന്നു കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ അവിടേക്ക് ഇറങ്ങിയത്. നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. നമുക്ക് ഫുഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ നമുക്ക് മാനസികമായിട്ടും ഇതൊക്കെ ആയിട്ടൊരു സന്തോഷമൊക്കെ കിട്ടും. നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര സേഫുമായിരുന്നു കേട്ടോ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെള്ളത്തിലിറങ്ങിയതിൻ്റെ ഒരു വൈബ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. പിന്നെ ഭയങ്കര മഴയും കൂടി പെയ്ത് കഴിഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും പറഞ്ഞാൽ മൂന്നാർ പോയി ഭയങ്കര ചൂടായിരിക്കുന്നായിരുന്നു. ചൂട് പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷെ നല്ല തണുപ്പായിരുന്നു. പിന്നെ ബസ്സിലിരുന്ന ഞാനിങ്ങനെ നമ്മുടെ കാടൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ എപ്പോഴൊന്നുമല്ല, വല്ല സമയത്തൊക്കെയല്ലേ നമ്മളിങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി ലക്ഷ്മി എസ്റ്റേറ്റ്, അതാണ് മൂന്നാർ തേയിലത്തോട്ടത്തിലെത്തിയത് ഞങ്ങൾ വൈകുന്നേരമായപ്പോഴാണ്. സാധാരണ നമ്മൾ മൂന്നാർ പോയി ആദ്യം തന്നെ കാണാൻ തേയിലത്തോട്ടമാണ്. പക്ഷേ ഞങ്ങളന്ന് തേയിലത്തോട്ടത്തിലെത്തിയപ്പോൾ വൈകുന്നേരമായിട്ടാണ്. തേയിലത്തോട്ടം കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. നമ്മൾ കുറച്ച് ഇറങ്ങിയും ഫോട്ടോസ് എടുക്കുകയും എല്ലാം ചെയ്തായിരുന്നു. അത് എന്തോ ലക്ഷ്മി എസ്റ്റേറ്റോ അങ്ങനെ എന്തോ ആണ് ആ തേയിലത്തോട്ടത്തിൻ്റെ പേര് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഇവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മൂന്നാർ എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടമാണ് നമ്മൾ കൂടുതൽ ഫോട്ടോസൊക്കെ എടുക്കാറ്. അവിടെയും ഇറങ്ങി ഞങ്ങൾ. അതാണ് നമ്മുടെ ബസ്. അപ്പോൾ അവിടെ നിന്നിറങ്ങി കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയാണല്ലോ. അത് കഴിഞ്ഞ്
ഇതൊക്കെ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രഹസനങ്ങൾ മാത്രമാണ്. അതെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ നേരെ പോയത് ചായ കുടിക്കാനായിരുന്നു. ചായ, പഴംപൊരി അതൊക്കെയായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ പിന്നെ രാത്രിയിലത്തെ ബസ്സിൻ്റെ അകത്തെ വൈബ് ഇതൊക്കെയായിരുന്നു. ഡാൻസ്, പാട്ട്, കുട്ടികളൊക്കെ ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ ബസ്സിലെ ചേട്ടന്മാർ സമ്മതിക്കുന്നുണ്ടായില്ല. അവർ രണ്ടുപേരും ഭയങ്കര വൈബായിരുന്നു. നമ്മൾ ഉറങ്ങിയാണെങ്കിൽ അവർ വന്ന് തട്ടി വിളിച്ച് പിള്ളേരെ കൊണ്ടൊക്കെ ഡാൻസ് കളിപ്പിച്ച് അവിടെ എത്തുന്നവരെ നമ്മൾ ഭയങ്കര ചില്ലായിട്ടാണ് നമ്മൾ എത്തിയത്. രാത്രിയിലത്തെ ഫുഡ് മാത്രം നമ്മൾ മേടിച്ച് കഴിക്കണം. ബാക്കി എല്ലാ ഫുഡും അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളൊരു 11:30-12 മണിക്കുള്ള ആലുവയിൽ തിരിച്ചെത്തിയായിരുന്നു. യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ KSRTCയിൽ ഒരു തവണയെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞങ്ങൾ ഇനിയും പോകണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത വെക്കേഷന് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് മാത്രമല്ല പിള്ളേർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്ര അടിപൊളി യാത്രയായിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂന്നാർ വ്ലോഗ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.